എല്ലാവർക്കും വന്ദനം. ദൈവത്തിൻ്റെ നാമത്തിന് കൂടുതലും മഹത്വം വരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തിന് കൂടുതൽ സ്തുതി ഉണ്ടാകാൻ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് യേശു കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിരുന്നു. ഇതുപോലെ, പിതാവേ, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ എന്ന് നമ്മൾ വായിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. പിതാവിന് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. നാം വിശുദ്ധരായിരിക്കുന്ന പിതാവിന് ഇഷ്ടമാണ്. നാം കൃപാവരപ്രാപ്തരാകുന്ന പിതാവിന് ഇഷ്ടമാണ്. നാം ശക്തരായി ഐക്യമത്യമുള്ളവരായി ഒറ്റക്കെട്ടായി നിന്ന് ദൈവരാജ്യം പണിയുമ്പോൾ അത് പിതാവിന് ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ദാസീദാസന്മാരായിത്തീരണം. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യണം എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ദാവീദിന് അങ്ങനെയുള്ള ദാസന്മാരുണ്ടായിരുന്നു. ദാവീദിന് വേണ്ടി യോവാബൊക്കെ പോയി യുദ്ധം ചെയ്തിട്ട് യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ജയമായെന്ന് കണ്ടാൽ ഉടനെ ദാവീദിനെ വിളിക്കും, നീ ഓടിവാ, നീ ഓടി വന്ന് ബാക്കി അങ്ങോട്ട് ജയിക്ക്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചു എന്ന് ആരും അറിയരുത്, ജയം മുഴുവൻ നിനക്ക് കിട്ടട്ടെ. അതിൻ്റെ പേരാണ് ലീഡർഷിപ്പ്, ബെസ്റ്റ് ലീഡർഷിപ്പ്. അതായത് ബെസ്റ്റ് ലീഡർഷിപ്പിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, ലീഡർ ഇല്ലാതിരിക്കെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയും അതിൻ്റെ ക്രെഡിറ്റ്, മാന്യത മുഴുവൻ ലീഡർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ബെസ്റ്റ് ലീഡർഷിപ്പ്. അതാണ് ഇന്ന് ദൈവസഭ മുഖാന്തരം നടക്കേണ്ടത്. യേശുവില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും അതിൻ്റെ മഹത്വം മുഴുവനും യേശുവിന് കിട്ടുകയും ചെയ്യുമ്പോൾ, കർത്താവേ, മഹത്വം മുഴുവൻ നിനക്കാണ്, ഞാൻ കാരണമല്ല, ഇത് നീ കാരണമാണ് എന്ന് വരുത്തുന്ന ഒരു ജോലിയാണ് ദൈവസഭയ്ക്കുള്ളത്. കർത്താവേ, ഈ ജയം നിന്റേതാണ്, ഈ അനുഗ്രഹം നീ മുഖാന്തരമാണ്, പിശാച് ഇവിടെ തോറ്റുപോയത് നീ മുഖാന്തരമാണ്, ഭൂതങ്ങൾ വിട്ടുപോയതും കൂട്ടരോഗ സൗഖ്യങ്ങൾ നടന്നതും നീ മുഖാന്തരമാണ്, നിന്റെ നാമം മഹിമപ്പെടുന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ ആക്കിയത്. ദാവീദിന്റെ ദാസന്മാരെക്കാൾ അധികം ദാവീദ് പുത്രന്റെ ദാസന്മാർക്ക് പ്രതിഫലമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ പ്രതിഫലം പറ്റത്തക്ക രീതിയിൽ നല്ല പോർ പൊരുതാം, ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാക്കാം. നമുക്ക് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ
തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. അപ്പോസ്തല പ്രവൃത്തി 5:29 മുതൽ വായിക്കുമ്പോൾ, ഈ നാമത്തിൽ നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഉപദേശം കൊണ്ട് യെരൂശലേമിനെ നിറച്ചിരിക്കുന്നു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരാനായിട്ട് നിങ്ങൾ ഓരോ പരിപാടി ചെയ്തു വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ആരംഭത്തിൽ പത്രോസ് മാത്രം സംസാരിച്ചു. ഇപ്പോഴിതാ എല്ലാവരും ഒരേ സ്വരത്തിൽ, പത്രോസും ശേഷം അപ്പോസ്തലന്മാരും. ഇപ്പോൾ പത്രോസിന്റെ കൂടെ യോഹന്നാൻ മാത്രമല്ല, പത്രോസിന്റെ കൂടെ ഒരു കൂട്ടം നിൽക്കുകയാണ്. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളത് ചെയ്തിരിക്കും. ദാവീദ് ഒരു കാര്യം പറഞ്ഞാൽ ദാവീദിന്റെ ചേവകർ അത് ചെയ്യുമായിരുന്നു. ഒരിക്കൽ ദാവീദ് ഒളിവിൽ മരുഭൂമിയിൽ ഗുഹയിൽ കഴിയുമ്പോൾ ദാവീദിന് ഭയങ്കരമായിട്ടൊരു ദാഹം. എന്താണ്? വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല. ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് എനിക്ക് ആര് വെള്ളം കൊണ്ടുവന്ന് തരും? ദാവീദിന്റെ ദാഹം ബേത്ലഹേമിനെ കുറിച്ചുള്ളൊരു ദാഹമാണ്. അവന് ആ വെള്ളം തന്നെ കുടിക്കണമെന്നല്ല, അതിനൊരു വലിയ അർത്ഥമുണ്ട്. അവൻ ബേത്ലഹേമിനെ അത്രയും സ്നേഹിച്ചിരുന്നു. ബേത്ലഹേമിനായ ഈശായിയുടെ മകനാണ് അവൻ. ആ നാടിനെ അവൻ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ അവിടുത്തെ കിണറ്റിലെ വെള്ളം, അവൻ അതുപോലെ ആ നാടിനെ, ദൈവത്തിൻ്റെ നാടിനെ പ്രിയപ്പെട്ടിരുന്നു. അങ്ങനെ ആ വാക്ക് കേട്ടപ്പോൾ 2 പേർ അവരുടെ ജീവൻ പണയം വെച്ച് നേരെ ബേത്ലഹേമിലേക്ക് പോയി. ബേത്ലഹേമിൽ അന്ന് ഫെലിസ്തീയ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. ജനങ്ങളെല്ലാം ഫെലിസ്ത്യരുടെ അടിമത്തത്തിന്റെ കീഴെ കിടക്കുന്നു. ദാവീദ് ഒളിവിൽ പാർക്കുന്നു. ഈ സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് 2 പേര് പോയി അതേ കിണറ്റിൽ നിന്ന്, വേറെ ഏതെങ്കിലും കിണറ്റിൽ നിന്ന് ഏതെങ്കിലും യോർദാനിലെ വെള്ളം, തെളിഞ്ഞ വെള്ളം എടുത്തൊരു കുപ്പിയിലാക്കി, ഇതാ ഈ വെള്ളമാണ്, യജമാനനെ കുടിച്ചാലോ എന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഏതു വെള്ളം പറഞ്ഞുവോ ആ വെള്ളം തന്നെ ആ കിണറ്റിലിറങ്ങി ആ വെള്ളം കോരി. എന്നാൽ അവര് ഒന്ന് ആലോചിക്കുകയാണ്, ഇങ്ങർക്ക് എന്തിൻ്റെ അസുഖം? ആ വെള്ളം തന്നെ കുടിക്കണം. ഇത് മനുഷ്യനെ വെറുതെ ഉപദ്രവിക്കാനുള്ള പരിപാടിയാണ്. ഇതാരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഒരു യജമാനനോട് കാണിക്കുന്ന, ആ യജമാനന് വേണ്ടി ചെയ്യുന്ന ആത്മാർത്ഥതയാണ് ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ആ ഒടുവിലത്തെ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന വീരന്മാർ ചെയ്ത കാര്യങ്ങൾ.
2 ശമൂവേൽ അവസാന ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വീരന്മാർ, ഞാൻ എപ്പോഴും വായിച്ച് അതിശയിക്കുന്ന കാര്യം, ഇന്ന് ദൈവസഭകളുടെ ലീഡർഷിപ്പിൽ കാണാത്ത ചില കാര്യങ്ങൾ ദാവീദിൻ്റെ ആ പഴയ കാലത്തെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. ദാവീദിന് വേണ്ടി, ദാവീദിന് കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കോരാൻ, മരിക്കേണ്ടി വന്നാൽ അത് കോരിക്കൊണ്ടുവരാൻ മനസ്സുള്ളവർ അന്ന് ദാവീദിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നവർ അതുപോലെ നിന്നതുകൊണ്ട് ദാവീദ് പ്രബലനായി തീർന്നു. ഇതുപോലെ യേശു കർത്താവിന് വേണ്ടി, യേശു കർത്താവിൻ്റെ ദാഹം തീർക്കുവാൻ വില മുടക്കി ത്യാഗപരമായി നാം ചുവടുവെക്കുമെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലം എത്ര വലുതാണ്, കർത്താവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. കർത്താവിന് ചില ദാഹമുണ്ട്. ദേശം വിടുവിക്കപ്പെടണം. ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കേണ്ടു? ഈ ശബ്ദം ഇന്നും യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലുള്ള ശബ്ദം ഇന്നും മുഴങ്ങുകയാണ്. എനിക്ക് ആ വെള്ളം ആര് കോരിത്തരും? ബേത്ലഹേമിലെ കിണറ്റിലെ വെള്ളം തന്നെ. ഇതുപോലെ വെള്ളം കോരാൻ വന്ന ഒരു ശമരിയക്കാരി അവളുടെ നാട്ടിലുള്ളവരുടെ ദാഹം തീർക്കാൻ ആ പാത്രം അവിടെ വെച്ചിട്ട് വെള്ളം കോരാതെ പോയതുപോലെ അവളുടെ ദാഹം മറ്റൊന്നായി മാറി. വെള്ളം, ഭൗതികമായ വെള്ളം വേണ്ടെന്ന് വെച്ചിട്ട് ആത്മികമായ ദാഹത്തോടെ അവൾ ദേശത്തെ മുഴുവൻ ഇളക്കി യേശു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു കർത്താവ് ആ കിണറ്റ് കരയെന്ന് മാറിയില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ എന്തായാലും കഴിച്ചുകൂടെ? ഇല്ല, നിങ്ങൾ അറിയാത്തൊരു ആഹാരമുണ്ട്. എൻ്റെ ദാഹവും വിശപ്പും വേറെയാണ്. ദാവീദിനൊരു വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. ദാവീദ് പുത്രനോ അതിനേക്കാൾ വലിയ വിശപ്പും ദാഹവുമുണ്ട്. ഇത് പലരോടുമുള്ള ദൂതാണ്. ഇന്നത് കേൾക്കുന്ന പലരും അറിയണം. കർത്താവിൻ്റെ വിശപ്പും കർത്താവിൻ്റെ ദാഹവും തീർക്കുവാൻ ശേഷിയുള്ള ഒരു കൂട്ടം ജനം നമ്മുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും എഴുന്നേൽക്കണം. ദാവീദിനുണ്ടായിരുന്ന ദാസന്മാരെക്കാൾ യേശു കർത്താവിനുള്ള ദാസന്മാരാണ് വീരന്മാർ എന്ന് പറയത്തക്ക രീതിയിൽ. ഈ കാലയളവിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങി തിരിച്ച മിഷണറിമാർ എത്രയോ പേർ ജീവൻ പണയം വെച്ച് സ്വത്ത് മുഴുവനും. ഒരിക്കൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ അദ്ദേഹത്തിൻ്റെ 101 മുറിയുള്ള വീട് വിറ്റ് സുവിശേഷ വിലക്ക് കൊടുത്തു. എവിടെ? വില്യം കേറിയുടെ കയ്യിലോട്ട് കൊടുത്തു. ഇന്ത്യയുടെ സുവിശേഷത്തിന് കൊടുത്തിട്ട് അദ്ദേഹം നേരെ ചൈനയ്ക്ക് പോയി. എനിക്ക് തോന്നുന്നു CT സ്റ്റഡ് എന്ന ദൈവദാസനാണോ എന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം. ഇന്ത്യയിലോട്ട് പൈസ കൊടുത്തിട്ട് വേറെ വശത്തോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ യൗവന പ്രായത്തിലാണെന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ ആണോ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ വലിയ സമ്പത്ത് മുഴുവനും സുവിശേഷത്തിന് വേണ്ടി കൊടുത്തു. കർത്താവിനുണ്ടായിരുന്ന വീരന്മാർ. എന്നിട്ട് അദ്ദേഹം ചൈനയിലെ പ്രതികൂലത്തിലേക്ക് പോയി. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഈ വീട് വെക്കുന്നതിന് മുമ്പ് കുറച്ച് വസ്തു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നിന്നെ ഓർത്തെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, കർത്താവിന് വേണ്ടി മുഴുവനും എറിഞ്ഞു കൊടുക്കാത്ത, സമർപ്പണമില്ലാത്ത ഒരുവനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. തന്നേക്കാൾ സമർപ്പണമുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ ആ വസ്തു മുഴുവനും വിറ്റ്, അവളുടെ അറിവോടുകൂടി അത് വിറ്റ് ഇന്ത്യയുടെ സുവിശേഷ വിലക്ക് വേണ്ടി കൊടുത്തു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരെക്കാൾ വലിയ വീരന്മാർ ഇന്ന് കർത്താവിനുണ്ട് എന്ന സത്യം കൂടി നമ്മൾ അറിയണം. റുമേനിയൻ ജയിലിൽ 18ഓളം വർഷം കിടന്ന റിച്ചാർഡ് ഉംബ്രാണ്ട്, സെറീന ഉംബ്രാണ്ട്, ഈ 2 പേരുടെ ചരിത്രം അതായിരുന്നു. അതായത് ഒരിക്കൽ അവിടുത്തെ റഷ്യയുടെ ഭരണാധിപന്മാരുടെ
വലിയ വലിയ ദൈവമില്ല എന്ന പ്രസ്താവനകൾ, നിരീശ്വരത്വത്തിനെതിരെ, യേശുവിനെതിരെ സംസാരിക്കുമ്പോൾ സെറീന ഭർത്താവിനോട് പറഞ്ഞു, യേശുവിൻ്റെ മുഖത്തുള്ള കരി തൂത്തുകളയാൻ പറഞ്ഞു. യേശുവിൻ്റെ മുഖത്ത് ഇവർ തേച്ച കരിയെ തൂത്തുകളയാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം യേശുവിനെ പുകഴ്ത്തി പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടീ, നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളെ അവർ കൊന്നുകളയും. അപ്പോൾ സെറീന ഉംബ്രാണ്ട് പറഞ്ഞത്, അങ്ങനെ ഭീരുവായ യേശുവിനെ ഉയർത്താൻ മനസ്സില്ലാത്തൊരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഞെട്ടിപ്പോയി. 6.5 അടി ഉയരമുള്ള റിച്ചാർഡ് ഉംബ്രാണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി. യേശു മാത്രമാണ് കർത്താവ്, മറ്റൊരുത്തലും രക്ഷയില്ല. പത്രോസ്, യോഹന്നാനൊക്കെ വിളിച്ചു പറഞ്ഞ അതേ ശക്തിയോടെ താൻ പറഞ്ഞു. അദ്ദേഹത്തെ ഭാര്യയും പിടിച്ച് റൂമേനിയൻ ജയിലിലിട്ടു. നേരെ നിൽക്കാൻ കഴിയാത്ത 2 അടി 3 അടി ഉയരമുള്ള ജയിലിൽ 18 വർഷം കിടക്കുക. വഴിയിലൂടെ പോകുന്നവരെ കാണാം. ജയിലടച്ചതോടുകൂടി മക്കൾ വഴിയാധാരമായി. വഴിയിലെ ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് മക്കളിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനാഥരായി നടക്കുന്ന കാഴ്ച ആ ജയിലിൽ കടന്ന് ഈ അപ്പനും അമ്മയും കണ്ടു. 18 വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഉംബ്രാണ്ടിനെ വെളിയിൽ വിട്ടു. അമേരിക്കയിൽ താൻ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ താൻ അനുഭവിച്ച 18 വർഷത്തെ പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്കാർ കോട്ടുവായിട്ട് കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കോട്ട് ഊരി നഗ്നനായി, അരക്ക് മുകളിൽ നഗ്നനായി അദ്ദേഹം ആ കാഴ്ച കാണിച്ചു. മരണകരമായ അനേക മുറിവുകൾ, കൈയുടെ ഈ ഭാഗത്തുനിന്ന് തുളച്ച് കമ്പി പഴിപ്പിച്ച് ആ ഭാഗത്തെ കൂടി കടത്തു. അങ്ങനെ അനേക ദ്വാരങ്ങൾ, മരണകരമായ 3 ആഴമേറിയ മുറിവുകൾ, ശരീരം മുഴുവനും മുറിപ്പാടുകൾ. ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിലവിളിച്ചു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹമൊക്കെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ശക്തനായ ദൈവദാസൻ ചെന്നൈയിൽ വന്നിട്ടുണ്ട്. ചെന്നൈ ബീച്ചിൽ വന്നിട്ടുണ്ട്. മരീന ബീച്ചിൽ ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് അദ്ദേഹം മരീന ബീച്ചിൽ വന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വന്നപ്പോൾ ഭയങ്കരമായ കാർമേഘം ഉരുണ്ടുകൂടി, മഴ പെയ്യുമെന്നായി. ജനങ്ങൾ എഴുന്നേറ്റു, ലക്ഷങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരോടും ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ച് തീരാതെ ഇവിടെ മഴ പെയ്യില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 9 മണിക്ക് ഞാൻ പ്രസംഗം നിർത്തും, 9 മണിക്ക് തന്നെ നിങ്ങൾ ഇവിടുന്ന് വിട്ടോളണം. അങ്ങനെ 9 മണിക്ക് ജനങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞു പോയി. 10 മണിയായപ്പോൾ പെയ്ത മഴ നിലയ്ക്കാത്ത അതിശക്തമായ മഴയായിരുന്നു. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുത്തിയ മഴയായിരുന്നു. അതാണ് റിച്ചാർഡ് ഉംബ്രാണ്ട്. ദൈവത്തിനു വേണ്ടി വീരന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ദാവീദിന് മാത്രമല്ല, യെരുശലേമിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയ ആ വീരന്മാര് മാത്രമല്ല, അതിനേക്കാൾ മികച്ചവർ യേശുവിന്റെ രാജ്യത്തിൽ നിന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ പത്രോസും യോഹന്നാനും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അവർക്ക് പേടിയില്ല, മരിക്കാൻ പേടിയില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന്, 10,000-കണക്കിന് വിശുദ്ധന്മാർ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 5 വൻകരകളിലുമുണ്ടെന്നുള്ള സത്യം ഇത് കേൾക്കുന്നവരറിയണം. കർത്താവിൻ്റെ മക്കളെ, ധൈര്യപ്പെടണം. ഈ കഷ്ടങ്ങൾക്ക് പ്രതിഫലമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി അന്യായമായി സഹിക്കുന്ന കഷ്ടങ്ങൾക്ക് വളരെ 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 പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ അടിയുറച്ചു നിൽക്കാം. കർത്താവിൻ്റെ നല്ല ഒരു പടയാളിയായി, വീരനായി, ഏറ്റവും മികച്ച വീരനായി നമുക്ക് കർത്താവിന് വേണ്ടി ശോഭിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഇന്ന് കേട്ട ധ്യാനങ്ങൾ ഇത് കേട്ടവരുടെ മേൽ ഒരു ഉണർവിൻ്റെ തീപ്പൊരി പാറുവാൻ കാരണമാക്കണമേ. കേൾക്കുന്നവർക്ക് ഒരു ആവേശമുണ്ടാകട്ടെ, കേൾക്കുന്നവർക്ക് ഒരു തീവ്രതയുണ്ടാകട്ടെ, സുവിശേഷത്തിന് വേണ്ടി കത്തുന്ന ഒരു ദാഹമുണ്ടാകട്ടെ. ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. സാക്ഷികളുടെ വലിയ സമൂഹങ്ങൾ ഇത് കേൾക്കുന്നവരുടെ ഇടയിൽ നിന്ന് കർത്താവിന് വേണ്ടി കത്തി എരിയുന്നവർ എഴുന്നേറ്റ് വരട്ടെ. രാജ്യങ്ങളെ അടക്കുന്നവർ, വാളിൻ്റെ വായ്ത്തലക്ക് തെറ്റിയവർ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ,
പാതാള ഗോപുരത്തെ കീഴ്പ്പെടുത്തുന്നവർ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അനേക കർത്താവിൻ്റെ വേലക്കാർ ഈ കേൾക്കുന്ന വചനത്തിൽ സമർപ്പിക്കപ്പെട്ടവരായി എഴുന്നേറ്റ് വരട്ടെ. അവരുടെ കുടുംബങ്ങൾ സൗഖ്യമുള്ളതായി മാറട്ടെ. മിഷണറി കുടുംബങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുക. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് രാവിലെ 10:30 കടന്നു വരണം. കർത്താവിൻ്റെ മക്കളുടെ ഓരോ ചുവടുകളിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് പങ്കെടുക്കാം. ഗോഡ് ബ്ലസ് യു.